പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പോൾ നമ്മൾ IT പ്രാക്ടിക്കലിൻ്റെ ഗ്രൂപ്പ് 2-ലെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്റ്റൈൽസിലെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് എങ്ങനെയാണ് നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻസ് എങ്ങനെയാണ് ഫസ്റ്റ് പേജിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനത്തെ ചോദ്യം നമുക്ക് നോക്കാം. An article on Wikipedia is given in the exam documents folder in home with the file name wikipedia.ott. Open this file in LibreOffice Writer and create table of contents for the article using the table of contents and index technique. അപ്പോൾ നമ്മൾ wikipedia.ott തുറന്നിട്ട് അതിൽ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് പേജിൽ നമ്മളൊരു ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻസേർട്ട് ചെയ്യണം. അതിനുള്ള ഹിൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് തുറക്കാം. അപ്പോൾ പ്ലേസസിൽ ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സിലെ നമ്മൾ ഡോക്യുമെൻറ്റ്സിൻ്റെ പേര് ഓർമ്മയില്ലെങ്കിൽ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ നോക്കുക. wikipedia.ott മാറിപ്പോരുത്. wikipedia.ott തുറന്നു, റൈറ്റിൽ തുറന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഹിൻഡ് നോക്കിയാൽ മതി. ഹെഡിങ് 1 മെയിൻ ഹെഡിങ് വിക്കിപീഡിയനെ എന്ന് പറയുന്ന ഇതിന് മെയിൻ ഹെഡിങ്ങിന് നമ്മൾ ചെറിയ സ്റ്റൈൽ ബോക്സ് പോയിട്ട് ഹെഡിങ് 1 കൊടുക്കുന്നു. പിന്നെ പറയുന്നു ഹെഡിങ് 2 ഫോർ ഓൾ സബ് ഹെഡിങ്സ് ആർ റെഡ് ഇൻ കളർ. റെഡ് കളറിൽ കാണുന്ന സബ് ഹെഡിങ്സിനെല്ലാം നമ്മൾ ഹെഡിങ് 2 ആണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ റെഡ് കളറിൽ കാണുന്ന ആ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഹെഡിങ് 2 ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചെറിയ സ്റ്റൈൽ ബോക്സിൽ പോയി ചെയ്താൽ മതി, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഡെക്സ് ആൻഡ് ടേബിൾസിൽ നമ്മൾ ചെറിയ സ്റ്റൈൽ ബോക്സ് ആയിരിക്കും നന്നാവുക. ഓക്കെ, ഒരുമിച്ച് സബ് ഹെഡിങ്സ് ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ചെയ്താൽ നമുക്ക് കുറച്ച് സമയം കിട്ടും. പക്ഷെ തെറ്റിപ്പോകരുത്. സമയം എടുത്താലും നമ്മൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഞാൻ എല്ലാ റെഡ് കളറിലുള്ള സൈഡ് ഹെഡിങ്സിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത അത് കഴിഞ്ഞു. ഈ ഹിൻഡിലെ 2 ആക്ടിവിറ്റി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഹെഡിങ് 1 അപ്ലൈ ചെയ്തു, ഹെഡിങ് 2 അപ്ലൈ ചെയ്തു, റെഡ് കളറിലെ സൈഡ് ഹെഡിങ്സ് അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ക്രിയേറ്റ് ടേബിൾ ഓഫ് കണ്ടൻസ് ഓൺ ദ ഫസ്റ്റ് പേജ് ഓഫ് ദ ആർട്ടിക്കിൾ. ആ ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മൾ ഫസ്റ്റ് പേജ് ഒന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ ഫസ്റ്റ് പേജിൽ തന്നെ ഡോക്യുമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. സാധാരണ ടേബിൾ ഓഫ് കണ്ടൻറ്റിൻ്റെ ഫസ്റ്റ് പേജിൽ ടേബിൾ ഓഫ് കണ്ടൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ഹെഡിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കർസർ അവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് പോയിട്ട് പേജ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പേജ് ഫ്രണ്ടിൽ വരും. ആ പേജിൽ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസേർട്ട് പോയിട്ട് ടേബിൾ ഓഫ് കണ്ടൻസിൽ വീണ്ടും ടേബിൾ ഓഫ് കണ്ടൻസ് എടുക്കുക. ഈ വിൻഡോയിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ടത് കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ പേജ് വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫയലിൽ പോയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആയി. നമ്മുടെ രജിസ്റ്റർ നമ്പറിൽ _ ക്വസ്റ്റ്യൻ നമ്പറും കൊടുത്ത് exam 10 എന്ന് പറയുന്ന ഫോൾഡറിൽ നമ്മൾ സേവ് ചെയ്യുന്നു. അതോടുകൂടി ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഫിനിഷായി. അപ്പോൾ ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ടേബിൾ ഓഫ് കണ്ടൻസ് എങ്ങനെയാണ് ചേർക്കുക, വളരെ എളുപ്പമാണ്. അവർ പറഞ്ഞ രീതിയിലുള്ള സ്റ്റൈലുകൾ കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു പേജ് ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യുക. അതിന് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് പോയിട്ട് പേജ് ബ്രേക്ക് പറഞ്ഞാൽ മതി. നമുക്കൊരു ഫ്രണ്ടിലൊരു പേജ് കിട്ടും. ആ പേജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇൻഡെക്സ് ആൻഡ് ടേബിൾസിൽ പോയിട്ട് നമ്മൾ ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് നമ്മൾ ആ പേജിൽ ഇൻസേർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. അപ്പം ഇതിൽ ഈ ചോദ്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താങ്ക് യു.